ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് 1 ശമൂവേൽ 6-ാം അധ്യായം നമ്മളിന്ന് വായിക്കുകയാണ്. 5-ാം അധ്യായത്തിൽ യഹോവയുടെ പേടകം ഫെലിസ്ത്യരുടെ ദേശത്തിരുന്ന് അവർക്ക് വലിയ നാശവും നഷ്ടവും ഒക്കെ സംഭവിക്കുന്നു, ബാധകളുണ്ടാവുന്നു. അത് അവിടുത്തെ ജനം മനസ്സിലാക്കി യഹോവയുടെ പേടകം ഞങ്ങളുടെ ഇടയിൽ വന്നതാണ് പ്രശ്നം. യഹോവയുടെ നാമം മഹത്വപ്പെടുവാൻ അത് കാരണമായിട്ട് തീർന്നു. അവരുടെ ഇടയിൽ ബാധകളുണ്ടാവുകയും അവരുടെ കൃഷികളൊക്കെ നശിക്കുകയും അങ്ങനെ വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ വിശുദ്ധമായതിനെ അയോഗ്യമായി ഞങ്ങൾ കൈകാര്യം ചെയ്തതാണെന്ന് ഫെലിസ്ത്യ ദേശത്തുള്ള ആളുകൾ പോലും അത് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ ജനം യുദ്ധത്തിൽ തോറ്റത് അവരുടെ പാപനിമിത്തമാണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് ജാതികളായ ആളുകൾ വിശുദ്ധമായതിനെ വിശുദ്ധമായി കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ക്രൈസ്തവ സമൂഹമാണ് ദൈവത്തെയും ദൈവികമായതിനെയും അയോഗ്യമായി കാണുകയും അയോഗ്യമായി കൈകാര്യം ചെയ്യുകയും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ നല്ല പഠിപ്പിക്കലുകളെ ഹൈന്ദവ സമൂഹവും ജാതികളും വളരെ ബഹുമാനത്തോടെ കാണുമ്പോൾ അതിനെ അയോഗ്യമായി കാണുകയും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് ക്രൈസ്തവ സമൂഹം തന്നെയാണ്. അവിടെയാണ് ദൈവനാമം ഇന്ന് കൂടുതൽ ദുഷിക്കപ്പെടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അവർക്ക് നാശവും നഷ്ടം വന്നപ്പോൾ പെട്ടെന്ന് ജാതികളുടെ പുരോഹിതന്മാരെയും പ്രശ്നക്കാരെയും ഒക്കെ അവർ വിളിച്ചു കൂട്ടി. എന്താണ് ഇതിനുള്ള പരിഹാരം നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ പ്രശ്നക്കാർ പറഞ്ഞൊരു കാര്യം ചെയ്യ്, 5 ഫെലിസ്ത്യ പ്രഭുക്കന്മാരാണല്ലോ ഉള്ളത്. അവരെ പ്രതി 5 സ്വർണം കൊണ്ടുള്ള കുരുക്കൾ, ആ കുരുക്കളാണ് അവരെ ബാധിച്ചത്. 5 കുരുക്കൾ ഉണ്ടാക്കുക, ഓരോ പ്രഭുക്കന്മാരെ പ്രതി ഓരോന്ന്. പിന്നെ സ്വർണം കൊണ്ടുള്ള 5 എലികളുടെ രൂപം. അവ മുഖാന്തരമാണ് അവരുടെ കൃഷികളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് പ്രായശ്ചിത്തമായി അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി യഹോവയുടെ പേടകം ഇസ്രായേലിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചയക്കണം. വിശുദ്ധമായതിനെ വിശുദ്ധമായ സ്ഥലത്തേക്ക് തന്നെ നിങ്ങൾ തിരിച്ചയക്കണം. തിരിച്ചയക്കുമ്പോൾ നിങ്ങളുടെ പ്രായശ്ചിത്തം നിങ്ങൾ ചെയ്യണം. ഫെലിസ്ത്യരെയും അവരുടെ പ്രഭുക്കന്മാരെയും മുഴുവൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചതിൻ്റെ പ്രതീകമാണ് അവർ നൽകുന്നതായ പ്രായശ്ചിത്തം. അവർ ദൈവത്തോട് ക്ഷമ ചോദിച്ചതിന് ഇത് തുല്യമാണത്. ഇന്ന് ക്രൈസ്തവ സമൂഹമാണ് എന്തകൃത്യം ചെയ്താലും ദൈവത്തോട് ക്ഷമ ചോദിക്കാതെ കഠിനഹൃദയരായിട്ട് ജീവിക്കുന്നത്. ഇബ്രായ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നു, അതിൻ്റെ 6-ാം അധ്യായം 4 മുതൽ, ഒരിക്കലും പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും ദൈവത്തിൻ്റെ ആ വചനം കേൾക്കുകയും ഒക്കെ ചെയ്തവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകോപവാദം വരുത്തുന്നവരുമാകിയാൽ അവരെ വീണ്ടും മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ പറയാറില്ലേ. ഉറങ്ങുന്നവനെ നമുക്ക് ഉണർത്താൻ പറ്റും, ഉറക്കം നടിക്കുന്നവനെ ഉണർത്തുക പ്രയാസമാണ്. ഇന്ന് ക്രൈസ്തവ സമൂഹത്തിന് സംഭവിച്ചത് അതുതന്നെയാണ്. ഉറക്കം നടിക്കുകയാണ് എല്ലാവരും. ഉറങ്ങുന്ന, അതിനെപ്പറ്റി അറിവില്ലാത്ത, ബോധ്യമില്ലാത്ത ജാതികളുടെ സമൂഹത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് ക്രിസ്തു അവിടെ അംഗീകരിക്കപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവർ പ്രായശ്ചിത്തമായി ഇത് കൊടുത്തയക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇത് നിങ്ങളൊരു വണ്ടി ഉണ്ടാക്കി അതിൽ ഈ പേടകം കയറ്റണം. എന്നിട്ട് 2 കറവ പശുക്കളെ അതിൽ ആ വാഹനം കൊണ്ടുപോകാൻ തക്കവണ്ണം അതിനെ മുന്നിൽ നിങ്ങൾ ക്രമീകരിക്കുക. അതിൻ്റെ കുട്ടികളെ അതിൻ്റെ കൂട്ടത്തിൽ വിടാൻ പാടില്ല, ഭവനത്തിൽ വെച്ചാൽ മതി. കാരണം ഈ കറവ പശുക്കൾ ഇതുമായി മുന്നോട്ട് പോകുമോ എന്നറിയാനാണ്.
സ്വാഭാവികമായി കുട്ടികളില്ലാതെ കറവ പശുക്കൾ ഒരിക്കലും അതിനെ വിട്ടിട്ട് മുന്നോട്ട് പോകാറില്ല. അപ്പം അങ്ങനെ പോകുമോ ഇല്ലയോ എന്ന് ലക്ഷണം അറിയാൻ വേണ്ടിയാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. പ്രായശ്ചിത്തമാക്കി ഉണ്ടാക്കിയ സാധനങ്ങൾ കൂടി അതിനുള്ളിൽ വയ്ക്കുക. അങ്ങനെ അവർ വെച്ചു. ആ കറവ പശുക്കൾ അത് ഈ പേടകവുമായി ഉച്ചത്തിൽ അത് അലറിക്കൊണ്ട് എവിടെ നിന്നാണോ പേടകം പിടിച്ചെടുത്ത് ആ സ്ഥലത്തേക്ക് തന്നെ പോകുന്നതായ സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ ഒരു ലക്ഷണമായിട്ട് അവർ ചെയ്തതാണ്. അത് പോകുന്നതെങ്കിൽ ഇത് യഹോവയുടെ ശിക്ഷയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇല്ല എങ്കിൽ നമുക്കുണ്ടായ ബാധ യാദർച്ഛികമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർക്ക് അങ്ങനെ അല്ലാതെ അറിയാനായിട്ട് മറ്റൊരു മാർഗമില്ലല്ലോ. അപ്രകാരം അവർ ചെയ്യുന്നതായി നമ്മൾ അവിടെ കാണുന്നുണ്ട്. ഇത് എവിടെ നിന്ന് പേടകം പിടിച്ചെടുത്തു ആ സ്ഥലത്തേക്ക് തന്നെ പോകുന്നു. അവിടെയുള്ള ആളുകൾ വയലിലായിരുന്നപ്പോൾ അവരിത് കണ്ടു. അവിടെ പേടകം വരുന്നപ്പോൾ അവർ ആർത്തു വിളിക്കുകയും അവരവിടെ അത് വഹിച്ചുകൊണ്ടുവന്ന ഇത് കറവ പശുക്കളെ അവിടെ ദഹനയാഗമായി അർപ്പിച്ച് ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നിട്ട് അവർ ഇസ്രായേൽ ജനത്തെ അറിയിക്കുന്നു, നിങ്ങളുടെ പേടകമുണ്ട്, നിങ്ങളതും നിങ്ങളുടെ നാട്ടിലേക്ക് തന്നെ നിങ്ങൾ കൊണ്ടുപോവുക. ഈ സംഭവമായി പുതിയ നിയമത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധിയുള്ളിടത്താണ് ദൈവത്തിന് വസിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അയോഗ്യമായി ഈ പേടകത്തിലേക്ക് ഒളിഞ്ഞു നോക്കിയ 70 പേര് വധിക്കപ്പെട്ടതായിട്ട്. ദൈവത്തെയും ദൈവികമായതിനെയും വിശുദ്ധമായി കൈകാര്യം ചെയ്യണം എന്നുള്ള വലിയ സൂചന അത് നമുക്ക് നൽകുന്നുണ്ട്. പുതിയ നിയമത്തിൽ വരുമ്പോൾ വിശുദ്ധി എന്നുള്ളത് ശരീരത്തിൻ്റെ പുറത്തുള്ളതല്ല. പഴയ നിയമത്തിലെ എല്ലാ വിശുദ്ധിയും ശരീരത്തിൻ്റെ പുറത്തുള്ളതാണ്. പുതിയ നിയമത്തിൽ കർത്താവ് ഒരൊറ്റ വിശുദ്ധി മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അത് ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ്. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന് കർത്താവ് പറഞ്ഞു. പഴയ നിയമം ഇതിൻ്റെ നിഴലായതുകൊണ്ടാണ് അതെല്ലാം അതിൻ്റെ ശരീരത്തിൻ്റെ പുറത്തെ വിശുദ്ധിയെക്കുറിച്ചാണ് കൂടുതൽ പരാമർശം. പുതിയ നിയമത്തിൽ ഹൃദയത്തിൻ്റെ വിശുദ്ധി കർത്താവ് പ്രാധാന്യം കൊടുത്തു. കാരണം എല്ലാ പാപങ്ങളും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. അപ്പം അതുകൊണ്ടാണ് ഹൃദയത്തിന് വിശുദ്ധി കർത്താവ് ആവശ്യപ്പെടുന്നത്. ഹൃദയവിശുദ്ധിയോടെ നമ്മൾ ജീവിക്കുമ്പോൾ മാത്രമേ യഹോവയുടെ പേടകത്തിന് നമ്മുടെ ഇടയിൽ പ്രസക്തിയുള്ളൂ. യഹോവയുടെ പേടകത്തിന് തുല്യമാണ് നമ്മുടെ വിശുദ്ധ കുർബാനയും വിശുദ്ധ ബൈബിളും അതുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളും കർമ്മങ്ങളുമെല്ലാം. അതിനെ അയോഗ്യമായി ഇന്ന് പലപ്പോഴും കൈകാര്യം ചെയ്യപ്പെടുകയാണ്. ആ വിശുദ്ധനായ ദൈവത്തിൻ്റെ നാമത്തിൽ അശുദ്ധി, തർക്കങ്ങൾ, കലഹങ്ങൾ, വ്യവഹാരങ്ങൾ, ദേവാലയങ്ങൾ പോലും പിടിച്ചെടുക്കുന്ന അനുഭവങ്ങൾ, ഇതൊക്കെ ഒരിക്കലും വിശുദ്ധിയുടെ ഭാഗമല്ല. അതൊക്കെ പൈശാചികമായ ആ ഒരു പ്രേരണയാൽ സംഭവിക്കുന്നതാണ്. അത് നമ്മൾ എപ്പോഴാണോ നമ്മളത് തിരിച്ചറിയുക, അന്ന് മാത്രമേ സമൂഹത്തിൽ നിന്ന് ദോഷങ്ങളും നാശങ്ങളൊക്കെ മാറ്റപ്പെടുകയുള്ളൂ. ആ രീതിയിൽ ഈ അധ്യായത്തെ കാണുവാനും വായിക്കുവാനും നമ്മുടെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്യാനും നമുക്ക് ശ്രമിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അപ്രകാരമുള്ള നല്ല ചിന്തകൾ കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ അധ്യായം നമുക്ക് വായിക്കാം. ദൈവത്തിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.